Yo guys, Mahendra is wake up. അപ്പോൾ ഗായ്സ് നമ്മൾ ഫൈനലി അങ്ങനെ വീട്ടിലെത്തിച്ചേർന്നിരിക്കുകയാണ് നമ്മൾ റിലേറ്റീവിൻ്റെ വീട്ടിൽ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്പോട്ട് നമ്മൾ കണ്ടു കഴിഞ്ഞ് നമ്മൾ പോകേണ്ട ബൈക്കിലാണ് നമ്മൾ ബാക്കിയുള്ള സ്പോട്ടുകളെല്ലാം കാണുന്നത്. ഇഫ് ഇറ്റ് ചാൻസ് ബിക്കോസ് നമുക്ക് ഏകദേശം 467 കിലോമീറ്റേഴ്സ് ഉണ്ട് ഫ്രം ഹിയർ ടു മലപ്പുറം, അതായത് നമ്മളെ ഹോം ടൗണിലേക്ക്. അപ്പോൾ നമ്മളെ വണ്ടി ഫുൾ ടാങ്കെല്ലാം അടിച്ച് ഇരിക്കുകയാണ്. അപ്പോൾ നമ്മളെല്ലാവരും സാധനങ്ങളെല്ലാം പാക്ക് ചെയ്തെല്ലാം ഫ്രഷപ്പ് എല്ലാം ആയി നമ്മൾ വീഡിയോ പറയുകയാണ്. നമ്മളെ കൂടെ തന്നെ നമ്മുടെ റിലേറ്റീവ്സ് ഉണ്ട് കേട്ടോ. അവർക്ക് ഒരു കുടുംബസംഗമം ഫാമിലി ഗെറ്റ് ടുഗദർ പരിപാടിയുണ്ട്. അപ്പോൾ അത് പ്രമാണിച്ച് ഓലും പോകുന്നുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ഒരു ദിവസം എക്സ്റ്റെൻഡ് ചെയ്ത് ഇവിടെ. അപ്പോൾ ഓലെ കൂടെ നമ്മൾ ഒരുമിച്ച് വേറെ റിലേറ്റീവിനെ കാണാനായിട്ട് കാസർഗോഡ് പോകുന്നുണ്ട്. അങ്ങനെ ഡിസ്ട്രിക്റ്റ് ടു ഡിസ്ട്രിക്റ്റ് കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ നേരെ മലപ്പുറത്തേക്ക് എത്തിച്ചേരുന്നത്. അപ്പോൾ നമുക്ക് നല്ല ഫുഡ്, നല്ല മീൻ പൊരിച്ചതും നല്ല മീൻ കറിയും എല്ലാ സ്റ്റൈലെല്ലാം കഴിച്ച് നമ്മൾ ഫ്രഷപ്പ് ആയിരിക്കണം. ഇവിടെ ഒരു സുന്ദരി കുട്ടിയുണ്ട്, ഇഷൽ ഫാത്തിമ. ഓ ഇഷൽ ഫാത്തിമ, എൻ്റെ സുന്ദരിക്കുട്ടിയാണ്, എൻ്റെ സുന്ദരിക്കുട്ടിയാണ്. അവൾക്ക് നാണമുണ്ട്, സുന്ദരിക്ക് നാണമുണ്ട്. ഓളെ തന്നെ കാണുന്നുണ്ട് ഇവിടെ. ഇപ്പൊ സെൽഫിയിലാണ് നമ്മൾ എടുത്തുള്ളത്. സുന്ദരിക്കുട്ടി നാണുണ്ട്, ഒരു ഉമ്മടുത്ത എങ്ങനെയുണ്ട് ഫുഡും കാര്യങ്ങളെല്ലാം, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറയും. അൽഹംദുലില്ലാ ഞങ്ങൾ യാത്ര തിരിച്ചു പോവുകയാണ്. വളരെ സന്തോഷമായി. ഒരുപാട് കാലത്തിന് ശേഷം ആദ്യമായിട്ട് കാണാണ് ഈ കുടുംബം. ഇതുവരെ ഞങ്ങളിവിടെ എത്തിയിട്ടില്ല. അൽഹംദുലില്ലാ നല്ല റാഹത്തായി. ഇനി അടുത്ത കുടുംബത്തേക്ക് ഇനി വേറെ കാസർഗോഡ് പറഞ്ഞൊരു കുടുംബമുണ്ട്, അവിടേക്ക് പോകാൻ. ഇവരെപ്പാൻ്റെ അഞ്ചനാണ്. ഇതൊക്കെ ഞങ്ങളെ ഉമ്മാൻ്റെ ഇപ്പാൻ്റെയൊക്കെ അമ്മമാരാണ്. അൽഹംദുലില്ലാ എല്ലാം റാഹത്തായി. നല്ല സ്വീകരണേനു, നല്ല സന്തോഷേനു. ഇനി എല്ലാവരും കുടുംബ മീറ്റിംഗ് ആയിട്ട് ഇവിടുത്തെ കുടുംബസംഗമം വട്ടോളി കുടുംബസംഗമം 30-ാം തീയതി കീശ്ശേരിയിലാണ്. അവർക്ക് ഞങ്ങളെല്ലാവരും പങ്കെടുക്കാൻ പോകുന്നുണ്ട്. അവിടുത്തെ വിശേഷങ്ങളൊക്കെ അവിടെ നിന്ന് ഞങ്ങൾ വീണ്ടും പറയും. അൽഹംദുലില്ലാ എൻ്റെ കുഞ്ഞു കുട്ടിനും ഉമ്മ വെച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അപ്പോൾ ബാക്കിയുള്ളവരുടെ സൂപ്പറാണ്, നല്ല ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, ഞങ്ങൾക്ക് നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഇവിടെ ഒരു താത്ത ഉണ്ട്, എനിക്കൊരു അമ്മായി എന്ന് ഞാൻ വിളിക്കുന്ന ഒരു താത്ത ഉണ്ട്. അപ്പോൾ താത്ത ഞങ്ങൾ വന്നു എന്ന് പറഞ്ഞിട്ട് താത്ത ഏകദേശം 1.5 മണിക്കൂറുള്ള യാത്ര ചെയ്ത് താത്ത നമ്മുടെ അടുത്തേക്ക് വന്നതാണ്. അവിടുത്തെ ആ കാക്കാൻ്റെ പെങ്ങളൂടിയാണ്. അപ്പോൾ നമുക്ക് താത്താണ്ട് ചോദിക്കാം ഞങ്ങൾ ഇവിടെ എന്നെ കൊണ്ടുള്ള കാര്യങ്ങളെല്ലാം. താത്ത പറഞ്ഞോളൂ, എന്താ പറയണത്? അസ്സലാമലൈക്കും. ഇവരെ ഞങ്ങൾ കണ്ടിട്ട് കുറെ കാലമായിരുന്നു, ഇപ്പൊ കാണാൻ പറ്റിയത് സന്തോഷം. മാഷല്ല എല്ലാവരും കഴിയിട്ട് എടുക്കാത്തൊക്കെ. അപ്പോൾ കാക്ക ഇതാണ് നമ്മൾ ഹംസാക്ക, മൂപ്പരാണ് എല്ലാം. അപ്പോൾ കാക്കാക്ക് എന്താ പറയുന്നത്? അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കുറേ 10-15 കൊല്ലം മുന്നേ കണ്ടാണ് നമ്മൾ ഈ കുടുംബം ഇവരെല്ലാം കണ്ടതിൽ ഭയങ്കര സന്തോഷമുണ്ട്. മുമ്പോട്ട് പടച്ചോൻ ഞങ്ങൾ കിയാമത്ത് നാൾ വരെ എങ്ങനെ ഈ കുടുംബം നിലനിർത്തി തെരുമാറാകട്ടെ. അതല്ലാതെ ഞങ്ങളെ 30-ന് ഞങ്ങളൊരു കുടുംബ സംഗമം നടക്കുന്നുണ്ട് കീഴ്ശേരി വെച്ചിട്ട്, കേരളത്തിൽ വെച്ചിട്ട്. അപ്പോൾ അതിന് കൂടാൻ വേണ്ടി ഞങ്ങളിപ്പോൾ എല്ലാം പുറപ്പെട്ടാണ്. എല്ലാവരും വരുന്നുണ്ട്. ഒരു 2500-3000 ആളോളം അവിടെ ചേരും ഇൻഷാ അല്ലാഹ്. എല്ലാം തൗഫീഖ് നല്ല അള്ളാഹ് എന്താ ഉദ്ദേശിച്ച ആ പ്രകാരം ഞങ്ങൾ ഉദ്ദേശിച്ച പ്രകാരം എല്ലാം പൂർത്തിയാക്കി തരുമാറാകട്ടെ. അപ്പോൾ ഗായ്സ് നമ്മളങ്ങനെ ഇനിയിപ്പോൾ പോകാൻ നിൽക്കണം. എല്ലാവരും ഇപ്പോൾ വണ്ടിയിൽ ലോഡായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് അപ്പോൾ അങ്ങനെ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ നമ്മൾ ഫൈനൽ ഡേ അറ്റ് ഷിമുഖം, ചിക്മംഗ്ലൂർ ഡിസ്ട്രിക്ട് ഇൻ കർണാടക. സോ ഇവിടെ നിന്ന് നേരെ നമ്മൾ പോകുന്നത് മംഗളൂരിൽ നിന്നും കാസർഗോഡിലേക്കാണ് ദ വേ വി പ്ലാനഡ്. അപ്പോൾ നല്ല ഹോസ്പിറ്റാലിറ്റി, good home, good food, good stay, good environment, good people, good weather, everything absolutely good guys, good. അപ്പോൾ 100% ഗുഡ്. സബ്സെറ്റ് നമ്മുടെ വെഹിക്കിളിന് ചെറിയ ഡാമേജ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഒരു വണ്ടി ഇടിച്ചതാണ്.
അതുകൊണ്ട് നമുക്ക് റിപ്പയറിംഗ് ഉണ്ട്. നമ്മളെ ഗുഡ് ബോയ് റെഡിയാക്കി എടുക്കണം. ഇൻഷാല്ലാ റെഡിയാക്കി എടുക്കും നമ്മൾ നാട്ടിലെത്തിയിട്ട്. അപ്പോൾ ഇങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് സൈൻ ഓഫ് പറയണം. ഇൻഷാല്ലാ പിന്നെ ഒരു ദിവസം ഇതേപോലെ വീണ്ടും വരുന്ന പ്രതീക്ഷയിലൂടെ നമ്മളിവിടെ നിന്നും സൈൻ ഓഫ് ചെയ്യുകയാണ്. സൈൻ ഓഫ് ഫ്രം ഷിമോഗം ചിക്മംഗ്ലൂർ ഡിസ്ട്രിക്ട് കർണാടക. ഓക്കെ, വീഡിയോ എൻ്റെ തീരുന്നില്ല, കണ്ടിന്യൂ ചെയ്യാണ് അറ്റ് കാസർഗോഡ് വരെ. അപ്പോൾ എല്ലാവരും വീഡിയോ എൻ്റെ കാണുക. സോ വി ആർ സൈനിങ് ഫ്രം ഷിമോഗം ചിക്മംഗ്ലൂർ കർണാടക. യോ ഗായ്സ്, നമ്മളിവിടെ ഒരു വൈൽഡ് ലൈഫ് സാങ്ച്വറി കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് എന്താ പറയുക, നമ്മൾ ചുരമൊക്കെ കടന്നിട്ടാണ് നമ്മൾ മംഗലാപുരം ത്രൂ കേരളത്തിലേക്ക് നമ്മൾ തിരിച്ചു പോരുന്നത്. അപ്പോൾ നമ്മുടെ കൂടെ 2 വണ്ടികളുണ്ട് കേട്ടോ. ആ വണ്ടി എൻ്റെ അടുത്ത. അപ്പോൾ ഈ വണ്ടി നമ്മൾ റിലേറ്റീവുടേതാണ്. ഒരിക്കൽ കുടുംബസംഗമം പങ്കെടുക്കാൻ വേണ്ടിയിട്ട് അവർ പോവുകയാണ്. നമ്മൾ അതിൻ്റെ പിന്നാലെ അവരെ ഫോളോ ചെയ്ത് അവർ നമ്മളെ കൂടെ പോയിട്ടുണ്ട്. നമുക്ക് വഴി കാസർഗോഡ് നമ്മൾ റിലേറ്റീവിൻ്റെ വീട്ടിലേക്കാണ് നമ്മൾ 2 വണ്ടിയിലുള്ള ആളുകളും നമ്മൾ പോകുന്നത്. അവിടെ ഡ്രൈവർ ഇതിൽ ഫാസിലാക്കിയാണ്, ഇതിൽ ഞാനും. അപ്പോൾ നമ്മുടെ യാത്ര ഇതുപോലത്തെ തന്നെ കാടുപ്രദേശം കൂടിയാണ്. അങ്ങനെ ഏകദേശം ഒരു നമ്മൾ എക്സ്പെക്റ്റഡ് ടു റീച്ച് കാസർഗോഡ് ഒരു 10-11 മണിയാകുമ്പോൾ ഇൻഷാല്ലാ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം വെച്ചാൽ ചിലപ്പോൾ നമ്മൾ അഥവാ ചായ കുടിക്കാനോ അതിന് നിർത്തുകയാണെങ്കിൽ അപ്പോൾ ലേറ്റ് ആവും. ഒരിക്കലും നമുക്ക് ടൈം പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. എന്നാലും ഇൻഷാല്ലാ ഇന്ന് രാത്രിനുള്ളിൽ നമ്മൾ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഈ കാട് പ്രദേശം എങ്ങനെയാണ് അടിപൊളി കാഴ്ചകളും എല്ലാം ആസ്വദിച്ച് നമ്മളങ്ങനെ ചിക്മംഗ്ലൂരിൽ നിന്ന്, അതായത് ഷിമോഗം ചിക്മംഗ്ലൂർ ഡിസ്ട്രിക്റ്റിൽ നിന്നും നമ്മളങ്ങനെ മടങ്ങുകയാണ്. സോ ദിസ് ഇസ് എ വൈൽഡ് ലൈഫ് സാങ്ച്വറി ഓഫ് സൊമാലിയുണ്ടി ഓഫ് ഉടുപ്പി റോഡ് കൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സ്ഥലത്തിൻ്റെ പേര് സൊമാലിയുണ്ടി എന്നാണ് പേര് കേട്ടോ, മനസ്സിലായിട്ട് ഉണ്ടിയാണ്. ഉണ്ടി എല്ലാം കുറേ ഉണ്ടിയാണ്. അവിടെ ഉള്ളുണ്ടി മള്ളുണ്ടി എന്ന ഡയലോഗ് പോലെയാണതെല്ലാം, എല്ലാം ഉണ്ടിയാണ്. അപ്പോൾ ആ ഉള്ളിൽ നിന്ന് നമ്മൾ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നമുക്ക് സാൻസിൽ നിന്നുള്ള ബാക്കിയുള്ള കാഴ്ചകളിലേക്ക്. നമ്മളങ്ങനെ ചുരമെല്ലാം കയറി ഇറങ്ങി കഴിഞ്ഞു. അപ്പോൾ നമ്മളിവിടെ ഒരു ബംഗളൂരു ഹൈവേ കോഡ് ടച്ച് ചെയ്യാനുള്ള റോഡിലേക്ക് നമ്മൾ ടേൺ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഒരു ഏകദേശം ഇനി അടുത്ത 13 കിലോമീറ്റേഴ്സ് ഫോറസ്റ്റാണ്. അപ്പോൾ ഫോറസ്റ്റ് കൊണ്ടുള്ള യാത്രയാണ്. അതുപോലെ തന്നെ നമ്മുടെ കൂടുതൽ ആളുകളുണ്ടായതുകൊണ്ട് അവരെ ഫോളോ ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ സ്പീഡെല്ലാം റെഡ്യൂസ് ചെയ്തിട്ടാണ് യാത്ര ചെയ്യുന്നത്. അറ്റ്ലീസ്റ്റ് 60 km/h സ്പീഡ്. അപ്പോൾ 65 രീതിയിൽ പറയുമ്പോൾ നമുക്ക് എപ്പോഴും ഡ്രൈവിംഗ് കോൺസെൻട്രേഷനാണ്. ഇതാണെങ്കിൽ കുറച്ചുകൂടെ ഫുഡ് കഴിച്ചിട്ടാണ് ക്ഷീണം കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷെ അതൊക്കെ ഒതുക്കി തീർത്ത് നമ്മളുടെ യാത്ര കണ്ടിന്യൂ ചെയ്യാണ്. ആസ് ഫോർ യു ഗൈസ്, അതുപോലെ എനിക്കും സാറ്റിസ്ഫാക്ഷൻ വേണ്ടിയിട്ടുള്ള യാത്രയാണത് ട്രിപ്പ്. ബിക്കോസ് വി ഹാഡ് ഒഫീഷ്യൽ പീരീഡ് ആൻഡ് ATSA മോഡ്യൂൾസ് അറ്റ് എക്സാംസ്. അപ്പോൾ അത് കാരണം തന്നെ എനിക്ക് സന്തോഷം കിട്ടും. അതുപോലെ തന്നെ വേറെ ഒരുപാട് അച്ചീവ്മെൻറ്റ്സ് ഉണ്ടായതുകൊണ്ട് നമ്മുടെ ട്രിപ്പ് എങ്ങനെ സക്സസ്ഫുള്ളി മൈസൂരിൽ നിന്ന് നേരെ ഷിമോഗം എന്ന സ്ഥലത്തേക്ക് നമ്മൾ എത്തിച്ചേർന്ന് എല്ലാം കൊണ്ടും അല്ലെന്തെല്ലാം സുഖമായിരുന്നു. ഇനിയിപ്പോൾ നമ്മുടെ നാട്ടിലേക്ക് എത്തുക എന്ന മിഷനാണ് ഇപ്പോൾ ഉള്ളത്. മിഷൻ ഹാസ് സ്റ്റാർട്ടഡ്. അപ്പോൾ ഇനിയുള്ള കിലോമീറ്റേഴ്സ് നിങ്ങളെ കൂടെ ജോയിൻ ചെയ്യാം. അപ്പോൾ കാശ് നമ്മളങ്ങനെ മംഗലാപുരം എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇനി ഏകദേശം 1 മണിക്കൂർ 28 മിനിറ്റ് റണ്ണിങ് ഉള്ളൂ ഇവിടെ നിന്ന് നമുക്ക് കാസർഗോഡിലേക്ക്. അപ്പോൾ ഏകദേശം അപ്പോൾ നമ്മൾ ഫൈനലി അങ്ങനെ മംഗലാപുരത്തേക്ക് ഉണ്ടെങ്കിൽ ഇത് കഴിഞ്ഞാൽ നമ്മളങ്ങനെ കർണാടക ബോർഡർ ക്രോസ് ചെയ്ത് നമ്മൾ കേരളത്തിലേക്ക് എത്തിച്ചേർന്നു. അപ്പോൾ നമ്മൾ ഡിസ്ട്രിക്ട് ടു ഡിസ്ട്രിക്ട് കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ മലപ്പുറത്തേക്ക് എത്തുന്നത്. അപ്പോൾ അങ്ങനെ ഒഫീഷ്യലി നമ്മുടെ ട്രിപ്പ് അങ്ങനെ യാത്രയെല്ലാം ഒഫീഷ്യലി നമ്മൾ കർണാടകയിൽ നിന്നും ക്രോസ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. എനിവേ ട്രിപ്പെല്ലാം എൻജോയ്മെൻ്റ് ആയിരുന്നു. പക്ഷേ നമ്മളെ വണ്ടിയുടെ ചെറിയ ഇഷ്യൂ കാരണം നമുക്ക് ട്രിപ്പിൻ്റെ പല വ്യൂ പോയിൻ്റ് കാര്യങ്ങളെല്ലാം കാണുന്നതൊക്കെ നമുക്ക് ഡ്രോപ്പ് ഔട്ട് ആയിട്ട് വന്നു. ബിക്കോസ് ഓഫ് ടൈം ഷെഡ്യൂൾ നമുക്ക് കറക്റ്റല്ലായിരുന്നു. ആ റീസൺ കൊണ്ടും. എനിവേ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ
ഗായ്സ് നമ്മളങ്ങനെ ഫൈനലി കാസർഗോഡ് എത്തിച്ചേർന്നിട്ട് നമ്മളിപ്പോ കേരള ബോർഡർ ക്രോസ് ചെയ്ത് കഴിഞ്ഞു, മംഗലാപുരത്ത് നിന്നും. സോ ഫൈനലി നമ്മൾ കർണാടകയിൽ നിന്നും സൈൻ ഓഫ് കഴിഞ്ഞു, അതുപോലെ തന്നെ നമ്മൾ ക്രോസ് ചെയ്ത് ചെയ്തു. അപ്പൊ നമ്മൾ ഒഫീഷ്യലി ഇപ്പോൾ കേരളത്തിലാണ്. ഇൻ ബിറ്റ്വീൻ കർണാടക ആൻഡ് കേരള ബോർഡർ തന്നെയാണ്. ബോർഡർ എന്ന് പറഞ്ഞാൽ ഒഫീഷ്യലി നമ്മൾ കേരളത്തിന്റെ ഉള്ളിലേക്ക് ചെന്നിട്ടില്ല, ബോർഡർ കൂടെ ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഫൈനലി നമ്മുടെ നാട്ടില് എത്തിച്ചേർന്നു. അങ്ങനെ ഫൈനലി നമ്മളങ്ങനെ ഗോഡ്സ് ഓൺ കൺട്രിയിലേക്ക് എൻട്രി ചെയ്തിരിക്കുകയാണ്. വെൽക്കം ടു ദ ഗോഡ്സ് ഓൺ കൺട്രി, ഹാർട്ട്ലി വെൽക്കംസ് യു. അപ്പൊ നമ്മളെ വണ്ടി ഇവിടെ നിന്നുകൊണ്ട് തന്നെ നമ്മള് അങ്ങനെ ഒഫീഷ്യലി ആഫ്റ്റർ കവറിംഗ് ഓഫ് 600 kilometers ഫ്രം മലപ്പുറം ടു വയനാട് ടു മൈസൂർ ടു ഷിമോഗം ആൻഡ് ഫ്രം ഹിയർ ടു കാസർഗോഡ്. ഇനി ഇങ്ങനെ നമ്മൾ ഡയറക്റ്റ് നമ്മുടെ മലപ്പുറം റൂട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കും. നമുക്ക് കാസർഗോഡ് സ്റ്റേ ചെയ്യണം. സ്റ്റേ ചെയ്തിട്ട് നമ്മൾ നേരെ ഡയറക്റ്റ് പോവാണ്. അപ്പോ officially we crossed the God's own country. Heartily welcomes you guys. So always welcome that അതിന്റെ പുറത്തുള്ള അടുത്തുള്ള സ്റ്റേഷനുള്ള സബ്സ്ക്രൈബേഴ്സ് ആരെങ്കിലും I am heartily welcome you guys to God's own country. God's own countryയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മളങ്ങനെ കേരളത്തിൽ എത്തിച്ചേർന്നിക്കാണ് ഗായ്സ്. കേരളത്തിൽ എത്തിച്ചേർന്നത് with big boy of my head Scorpio youngster boy ഓർഗനൈസേഷൻ. നമ്മളങ്ങനെ കേരളത്തിൽ എത്തിച്ചേർന്നിരിക്കാണ് ഗായ്സ്. സോ നമുക്ക് നേരെ നമ്മുടെ വീട്ടിലേക്ക് പോകണം. ഗായ്സ് ഫൈനലി നമ്മളങ്ങനെ നമ്മുടെ റിലേറ്റീവ് വീട്ടിലെത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കൽപ്പന എന്ന കാസർഗോഡുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഫൈനലി കാസർഗോഡ് എത്തിച്ചേർന്നിരിക്കുകയാണ്. ആഫ്റ്റർ എ ലോങ് ടൈം നമ്മൾ ട്രെയിൻ ത്രൂ കാസർഗോഡ് പലതരം പാസ് ത്രൂ ചെയ്തിട്ടുണ്ടെങ്കിലും കാസർഗോഡിൽ സെക്കൻഡ് ടൈമാണ് ഞാൻ. എനിവേ ഇറ്റ്സ് ഗുഡ് ടു ബി ഹിയർ. അതുപോലെ തന്നെ സത്യം പറയാലോ യാത്ര കഴിവുള്ള തന്നെയാണ്. പക്ഷേ എൻ്റെ വണ്ടി, എൻ്റെ ചെറുക്കന് ഒരു വേദന ഉണ്ടായി. അവനെപ്പോഴും മുറിവിലാണ്. ഞാൻ റെഡിയാക്കി എടുക്കണം. ഏതായാലും ഇൻഷാല്ലാ നാട്ടിലേക്ക് ഇനി ഏകദേശം ഇനിയും കുറേ മണിക്കൂർ യാത്ര ചെയ്യാണ്ടെന്നാലും എത്തിയോടെ തന്നെ തിങ്കളാഴ്ച വണ്ടി കൊടുക്കും. നാളെ സൺഡേ ഇതോടെ വർക്ക്ഷോപ്പില്ല. അപ്പോൾ നമ്മുടെ ചെറുക്കനെ കൊട്ടപ്പനാക്കി എടുക്കണം. ഈ ഡേയിൽ പോർഷൻ കംപ്ലീറ്റ് പെയിൻ്റ് അടിപ്പിച്ച് ബാക്കി സ്ക്രാച്ചസ് എവിടെയാണ് അതൊക്കെ റിമൂവ് ചെയ്തിട്ട് ബാക്കിയൊക്കെ സെറാമിക് പോളിഷിങ് ചെയ്യണമെന്നാണ് ചിന്തിക്കുന്നത്. എനിവേ അതുപോലെ ഇവിടെ ഒരു വീൽ കപ്പ് ഇടണം. എനിക്ക് അലവിൽ അത്ര ഞാൻ ഇത് ചെയ്യില്ല. പ്രോത്സാഹിപ്പിക്കുക അലവിൽ അത്ര ഇഷ്ടമല്ല. അപ്പോൾ അലവി ടയർ ആണെങ്കിൽ നമുക്ക് 16 ഇഞ്ചിൻ്റെ ടയറും വാങ്ങണം. അതുപോലെ 16 ഇഞ്ചിൻ്റെ അലവിന് സെറ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെയാണ് സംഭവം. പിന്നെ അലവിൻ്റെ അത്രയ്ക്ക് ഇഷ്ടമല്ല. വീൽ കപ്പാണ് പിന്നെ എനിക്കൊരു കംഫർട്ടബിൾ തോന്നുന്നത്. കാരണം അലവിലെന്ന് വെച്ചാൽ ഒരു ഒറ്റ പീസല്ലേ ഉണ്ടാവുള്ളൂ. ഇത് വീൽ കപ്പ് നമുക്ക് ഇഷ്ടപ്പെട്ട് തോന്നുകയാണെങ്കിൽ മാറ്റും ചെയ്യാം. അപ്പോൾ വീൽ കപ്പിനോടാണ് എനിക്ക് അധികം താല്പര്യം. അപ്പോൾ എങ്ങനെയാണ് സംഭവം. എനിവേ നമ്മുടെ വണ്ടി ആഫ്റ്റർ അപ്രോച്ച് 900 kilometers ആണ് ടോട്ടലി. നമ്മൾ ഇവിടെ നാട്ടിലത്തെ കിലോമീറ്റേഴ്സ് കൂടി കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ ടോട്ടലി 900 kilometers ആണ്. നമ്മൾ ഒരു 24th നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് 28th രാവിലെ എത്തുന്ന രൂപത്തിലാണെങ്കിൽ 900 kilometers നമ്മൾ കവർ ചെയ്തിരിക്കുകയാണ്. എനിവേ ഗൈസ് നമ്മളങ്ങനെ റിലേറ്റീവിൻ്റെ വീട്ടിലെത്തിയിരിക്കുകയാണ്. ഇവിടെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. പേര് ഇസ്മായിൽ എന്നാണ്. നമ്മളൊരു ഇവിടെ വെച്ച് നമുക്ക് പരിചയപ്പെട്ട സബ്സ്ക്രൈബറാണ്. അപ്പോൾ അവരുടെ വീട്ടിലാണ് വന്നിട്ടുള്ളത്. ഈ സ്ഥലത്തിൻ്റെ പേരെന്താ പറയുക? ഉദുമ. കാസർഗോഡ് ഉദുമ എന്നൊരു സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നമ്മൾ കൽപ്പര എന്നുള്ള ഒരു ഏരിയ കൂടെയാണ് വന്നുകൊണ്ട് അപ്പോൾ ഇപ്പോൾ ഉദുമ ഉള്ളത് അറിയില്ല. അപ്പോൾ ഉദുമ നമ്മൾ കൽപ്പര എന്ന് ഉദ്ദേശിച്ചത്. പക്ഷേ ഉദുമ എന്നൊരു സ്ഥലത്താണ് ഉള്ളത്. അപ്പോൾ കുറച്ച് ആളുകളുണ്ട്. വീഡിയോയിലാണ്. അപ്പോൾ ഇവിടെ പരിചയപ്പെട്ട സബ്സ്ക്രൈബേഴ്സാണ്. അപ്പോൾ എല്ലാവരും കാണാൻ പറ്റിയാലും പിന്നെ ഫുഡ് നല്ല കഴിച്ചിട്ടോ. സൂപ്പർ ഫുഡായിരുന്നു.
അപ്പോൾ അതൊക്കെ ആസ്വദിച്ച് നമ്മളങ്ങനെ ഇന്ന് ഇൻഷാല്ല നമ്മളിന്ന് പുറപ്പെട്ടാൽ നമ്മൾ രാവിലെ എന്താകുമ്പോൾ മലപ്പുറത്തെത്തും. അപ്പോൾ ആ കഴിഞ്ഞാൽ മൺഡേ നമുക്ക് നമ്മളെ വണ്ടി വർക്ക്ഷോപ്പ് കൊടുക്കണം, വർക്ക് ചെയ്യാണ്ട് ഒരു പൊസിഷൻ കംപ്ലീറ്റ് ഒരു നമ്മൾ വിട്ടുമാറി എന്നാലും വരാളത് വഴി തങ്ങൂലല്ലോ എന്ന് പറഞ്ഞ പോലെയാണ് അവസ്ഥ. ഒരു പോലീസ് ജീപ്പ് ഇടിച്ചു, ബൈക്ക് വന്ന് നമ്മളെ വണ്ടിയിലേക്ക് പോയി, അങ്ങനെയാണ് ഇപ്പോൾ അപകടം ഉണ്ടായത്. എനിവേ നമ്മളെ വണ്ടീൻ്റെ ഒരു ഈ പോർഷൻ ഇവിടെ തൊട്ട് ഇവിടെ വരെയുള്ള വർക്ക് നമുക്ക് ചെയ്യേണ്ടത് നമ്മൾ കംപ്ലീറ്റ് പെയിൻ്റ് അടി എല്ലാം ചെയ്യണം. എന്തായാലും ഏകദേശം ഒരു 2-2 തന്നെ വണ്ടി വർക്ക്ഷോപ്പിൽ എടുക്കും. എന്തായാലും എനിക്കധികം ലീവില്ല, നാസിലേക്ക് തന്നെ തിരിച്ചു പോകണം. അത് അതിൻ്റെ വീഡിയോ വേറെ വരുന്നുണ്ട് കേട്ടോ, ഓൺ ദ വേ ആണ്. അപ്പോൾ ഗെറ്റ് ഫാമിലി സോ മേക്ക് ഇറ്റ് ഹാസ് എ ബ്രാൻഡഡ് ഗൈസ്. ऑलरेडी हम लोग छोटा ब्रांडेड है, ये हमको थोड़ा बड़ा बनना है चाहिए, है ना. हमारे चैनल को थोड़ा आगे बढ़ना है. अभी ये हमारे चैनल छोटा सब्सक्राइबर्स कम्युनिटी है, अभी थोड़ा उसका आगे बढ़ना है. इंशाल्लाह वन डे विल मेक इट एज 1 million സബ്സ്ക്രൈബേഴ്സ് ഇൻ ഇൻഷാല്ലാ വൺ ഡേ. അപ്പോൾ എൻ്റെ ഇന്ത്യ എങ്ങനെയുണ്ട് ഗൈസ്? അവിടെ നാസിക്ക് എത്തിയതിന് ശേഷം പഠിച്ചതിനാണ് ഗൈസ്. അപ്പോൾ നമ്മുടെ റിലേറ്റീവിൻ്റെ വീട്ടിൽ നിന്നും ഐ എം സൈനിങ് ഓഫ്. ഗുഡ് മോർണിംഗ് ഗൈസ്. അങ്ങനെ ഫൈനലി ഫ്രഷപ്പ് എല്ലാം ആയി, നമ്മളിപ്പോൾ ഫുഡെല്ലാം കഴിച്ച് നമ്മൾ വീട്ടിലോട്ടൊന്ന് പോവുകയാണ്. അപ്പോൾ ഇനി ആക്സെപ്റ്റ് ടു റീച്ച് മലപ്പുറം അറ്റ് ഈവനിങ്. നമ്മൾ എന്തായാലും വൈകുന്നേരം റിലീവ് നടത്തും. ബെഡ്റൂം ഇവിടെ കേട്ടോ. നമ്മുടെ മൊബൈലിൽ നമ്മുടെ സാധനങ്ങളെല്ലാം ബാക്ക് ചെയ്ത് മൊബൈലെല്ലാം ചാർജിങ് ചെയ്ത് കണ്ടിരിക്കുകയാണ്. പിന്നെ ഫുവാദു പിന്നെ എൻ്റെ സായിപ്പുക്കുട്ടിയാണ്, എൻ്റെ സായിപ്പുക്കുട്ടി. അപ്പോൾ നമ്മൾ എല്ലാവരും ഫ്രഷപ്പ് ആകാൻ വേണ്ടി പോയിക്കണം. എല്ലാവരും ഞാനും എൻ്റെ മാത്രം ഫ്രഷ് ആയിട്ടുള്ളൂ അപ്പോൾ അതിന്. അപ്പോൾ നല്ല ആംബിയൻസ് ഉള്ള സ്ഥലം കേട്ടോ. കാസർഗോഡാണ്, സെക്കൻഡ് ടൈമാണ് കാസർഗോഡ്. നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ. അപ്പോൾ നല്ല ഫുഡും കാര്യങ്ങളും അതുപോലെ തന്നെ എല്ലാ ആൾക്കാരും ഫാമിലി സൂപ്പറാണ്. അപ്പോൾ കുട്ടപ്പോൾ എങ്ങനെയുണ്ട് വീടും കാര്യങ്ങളൊക്കെ? എങ്ങനെ അടിപൊളിയല്ലേ? അപ്പോൾ ഗൈസ് ഇവിടുത്തെ ആംബിയൻസും കാര്യങ്ങളും സൂപ്പറാട്ടോ. അപ്പോൾ കഴിഞ്ഞിട്ടപ്പോൾ അങ്ങനെ എല്ലാം ആസ്വദിച്ച് നമ്മളങ്ങനെ നമ്മളുടെ ട്രിപ്പ് അങ്ങനെ 1.5 ദിവസത്തെ ട്രിപ്പ് 5 ദിവസത്തോളമായി. നമുക്ക് നാട്ടിലേക്ക് എന്തായാലും ഇന്ന് ഈവനിങ് എന്തായാലും എത്തിച്ചേർന്നിട്ട് ബാക്കി ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ വരുന്ന ദിവസങ്ങളിൽ വീഡിയോ ആയിട്ട് വരുന്നതായിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ പോവാം കേട്ടോ. അപ്പോൾ ഗൈസ് ഓൺ ദ വേ ഔട്ട് ടു മലപ്പുറം. സോ എല്ലാവരും വീഡിയോ എൻ്റെ കാണാം. അപ്പോൾ ഇറ്റ്സ് മീ സൈനിങ് ഫ്രം റിലേറ്റീവ് ഹൗസ്. യോ ഗൈസ് ഫൈനലി നമ്മളങ്ങനെ ഇപ്പോൾ റിലേറ്റീവ് വീട്ടിൽ നിന്ന് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ നമ്മളെ വണ്ടിയിൽ സാധനങ്ങളെല്ലാം ലോഡ് ചെയ്ത് അപ്പോൾ എല്ലാവരും നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് നമ്മളിഞ്ഞ് പോകാതിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഫാമിലി കുടുംബം. അപ്പോൾ എല്ലാവരെയും ഒന്ന് പരിചയപ്പെടാം നമുക്ക്. അപ്പോൾ വ്ളോഗ് എടുക്കുകയാണ് ആവശ്യപ്പെട്ടുകൊണ്ടും കേട്ടോ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ മെയിൻ കാക്കാൻ്റെ പേര് ജമാലുദ്ദീൻ ഇവിടുത്തെ ആരാണ്? കാസർഗോഡ് ഫുഡ് സൂപ്പറാണ്, അടിപൊളിയാണ്, നല്ല ഇഷ്ടപ്പെട്ടു. സ്ഥലം അടിപൊളി, നല്ല ആംബിയൻസ് ഉള്ള സ്ഥലം. അപ്പോൾ ഇവിടെ ആ അമ്മയുടെ അല്ല ഇതാ അപ്പൊ ഇത് അമ്മോന്റെ മകളാണ്. അല്ല ഒന്ന് കാണി, നിങ്ങൾ മുഖത്ത് കാണിച്ചേരി, നാളമാണ്. അപ്പൊ ഇതാണ് ഇവിടുത്തെ മെയിനായ ആളുകൾ. അമ്മാവന്റെ മകളാണ് എൻ്റെ അമ്മാവിന്റെ പേരക്കുട്ടി പറഞ്ഞതിൽ വളരെ സന്തോഷിക്കുന്നു. കണ്ടുകൂട്ടിയത് അങ്ങനെ പറഞ്ഞാൽ മതി അല്ലേ? 40 വർഷത്തിന് ശേഷം കുടുംബം കണ്ടുകൂട്ടിയത്. ഞങ്ങൾ കുടുംബം കണ്ടുമുട്ടാണ്. അങ്ങനെ പറഞ്ഞാൽ വളരെ സന്തോഷത്തിൽ എൻ്റെ അമ്മാവന്റെ മകളാണ്. ഞാൻ കാണാൻ പറ്റി, വളരെ ഹൈറാവും. ഇനി അമ്മായി കൊടുക്കാം. എൻ്റെ അമ്മ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം എല്ലാവരും കാണുന്നത്. ഞങ്ങൾ അങ്ങനെയാണ് ചിമ്മൂമത്തിലുള്ള നമ്മളെ അംസാക്കാനെയല്ല ഓല കുടുംബത്തിലടക്കം നമ്മൾ 17 വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മൾ മൈസൂരിൽ നിന്ന് അവരുടെ വീട്ടിലേക്ക് പോയത്. അതേപോലെ തന്നെ ഇപ്പോൾ ഇങ്ങോട്ടും വന്നതും. അപ്പോൾ എൻ്റെ അമ്മാൻ്റെ പിന്നെ ചോദിച്ചു, അമ്മ ഇങ്ങനെ കണ്ടിട്ട് ഉമ്മാൻ്റെ സന്തോഷം എങ്ങനെയാണ്? സന്തോഷം, വളരെ വളരെ സന്തോഷം. അൽഹംദുലില്ലാ നല്ല ഹൈറായി എല്ലാവരും കണ്ട്. ഞങ്ങൾക്ക് ഇനി എല്ലാ ഒരുപാട് കുടുംബത്തിൻ്റെ അടിയിൽ ഈ ഒരു അമ്മായി മാത്രമേ ജീവിച്ചിരിപ്പിനോടൂ. അള്ളാഹു ആയുസ്സും ആരോഗ്യ ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കട്ടെ. സന്തോഷം കുടുംബത്തിന് ഏറ്റവും ഏറ്റി കൊടുക്കട്ടെ. അപ്പോൾ ബാക്കിയുള്ളവർക്ക് നാണമാണ്, അതുകൊണ്ട് മാത്രം ഇവിടെ വേറൊരാളുണ്ട്. മുന്നോട്ട് വരിക, ഇവിടെ കോൺഫിഡൻസ് കാണിക്കുക. വീഡിയോയിൽ വെച്ച് നാണം കാണാനുള്ള എന്താ ചെയ്യുന്നത്? ഇതിവിടെ അടുത്തുള്ള യങ്ങറാണ്. അപ്പോൾ എന്താ പഠിക്കുന്നു? എന്താ ചെയ്യുന്നത്? ഞാൻ ഡിഗ്രി പഠിക്കുന്നു ഫസ്റ്റ് ഇയർ. എന്താ കോഴ്സ് എന്താണ്? BBA.
പേര് സിനാൻ എന്നല്ലേ? പേര് ഇസ്മായിൽ. ഇസ്മായിൽ. ഇസ്മായിൽ എന്നാണ് ആളെ പേര്. അപ്പോൾ BBA ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഇമ്മ. എൻ്റെ ഉമ്മാൻ്റെ കുടുംബത്തിലെ ലാസ്റ്റ് അമ്മായി. അപ്പോൾ പേര് എന്തൊക്കെ ഞങ്ങളെല്ലാം കണ്ടൊരു സന്തോഷം എന്തൊക്കെയാണ്. അപ്പോ സംഭവം എങ്ങനെയാണ്, എല്ലാവരും ജോയ്ഫുൾ ഫാമിലിയാണ്. പിന്നെ എല്ലാവർക്കും നാണമുണ്ട് വീഡിയോയിൽ വരുന്നതിന്. അതുകൊണ്ട് മാത്രം നമുക്ക് വാ, വീഡിയോയിൽ വ്ളോഗ് കാണിക്കണമെന്നല്ലേ, വാ അടുക്കള താല്പര്യം, വാ 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 വാ. കാസർഗോഡത്തെ ഫുഡ് അടിപൊളി, സൂപ്പർ ആയിട്ടുണ്ട്. ബീഫ് ഏകദം സൂപ്പർ. അപ്പോ ഇവിടെ ആള് പേര് എന്താ ചെയ്യുന്നത്? അബ്ദുള്ള. എന്താ ചെയ്യുന്നത്? 9 പഠിക്കുന്നത്. 9ാം ക്ലാസ് പഠിക്കുന്ന അബ്ദുള്ളയാണ്. അബ്ദുള്ള പിന്നെ നമുക്കുണ്ട് ഒന്ന് വരണം. അപ്പോൾ ഇനി ആർക്കാ കുട്ടികൾക്ക് പേടിയാണ്. അപ്പോൾ ഗൈസ് എങ്ങനെയാണ്, എല്ലാവർക്കും ജോയ്ഫുൾ ആണ്. പിന്നെ അതുപോലെ തന്നെ മടി കാരണം ആർക്കും അങ്ങനെ ക്യാമറയിൽ വരാൻ മടിയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നും സൈൻ ഓഫ് ചെയ്യാണ്. ഇറ്റ്സ് മീ സൈനിങ് ഫ്രം ദ റിലേറ്റീവ് ഹൗസ്. ഫൈനലി നമ്മളങ്ങനെ കോഴിക്കോട് എത്തിച്ചേർന്നിരിക്കുകയാണ്. കോഴിക്കോട് അടുത്തുള്ള ഒരു ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് ഇനിയും ഒരു 1 hour ജേർണി ഉണ്ട് മലപ്പുറത്തേക്ക്. പക്ഷേ ഫൈനലി നമ്മളങ്ങനെ കോഴിക്കോട് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഒരു 1 hour ഉള്ളിൽ നമ്മൾ മലപ്പുറത്ത് എത്തിച്ചേരും. അപ്പോൾ നമ്മളുടെ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. സോ ഗൈസ് ഇത്രയുള്ള നമ്മുടെ വീഡിയോ. അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോക്കായി അടുത്തുള്ള നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കും. സോ ഗൈസ് ഇനി ഇതേപോലെ നല്ല കിടങ്ങാൻ കണ്ട വീഡിയോ പ്രതീക്ഷയോടെ സൈനിങ് ഓഫ്.